കേരളത്തിൽ കനത്ത മഴയിലോ ഭൂമികുലുക്കത്തിലോ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ദുരന്തമായിരുന്നു ഉരുൾപൊട്ടൽ. എന്നാൽ 2019 ഓഗസ്റ്റിലുണ്ടായ കാലവർഷത്തിൽ കേരളത്തിൽ ചെറുതും വലുതുമായി അനേകം ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തു. എന്താണ് ഉരുൾപൊട്ടൽ? അതിശക്തമായ മഴയിൽ ഭൂമിക്കുള്ളിൽ സംഭരിക്കുന്ന ജലം അതിതീവ്ര മർദ്ദത്തിൽ പുറന്തള്ളുന്ന പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മലമുകളിൽ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൽ മണ്ണിന്റെ ഒരു പാളി ഇടിച്ചിറങ്ങുന്നതോ വെള്ളത്തിന്റെ ചെറിയ നീർച്ചാല് ഒരു മൺപാളിയാകെ അടർത്തിയെടുക്കുന്നതോ ഉരുൾപൊട്ടലിന് കാരണമായേക്കാം. ഭൂമിക്കടിയിലെ കല്ലും മണ്ണും പാറയുമെല്ലാം അതിശക്തമായി പുറത്തേക്ക് തള്ളി ഇവ വൻതോതിൽ താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നു. കടന്നുപോകുന്ന വഴിയിലെ സകലതും ഇവ നശിപ്പിക്കുന്നു. ഉരുൾപൊട്ടലിനെ എങ്ങനെ തടയാം? ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലും ഏഷ്യൻ രാജ്യമായ നേപ്പാളിലുമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഉരുൾപൊട്ടലിൽ മരിക്കുന്നവരുടെ എണ്ണവും കുറവല്ലായിരുന്നു. എന്നാൽ ഇവിടുത്തെ കർഷകർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ വളരെ ഉയർന്ന തോതിൽ മുളകൾ വെച്ചുപിടിപ്പിച്ചു. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് അത് ഒരു മരമായി വളർന്ന് മണ്ണിനെ സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ മുളകൾ നട്ടാൽ അത് മാസങ്ങൾ കൊണ്ട് തന്നെ വളർന്ന് അവിടമാകെ പന്തലിക്കും. മുളകളുടെ വേരുകൾ വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മണ്ണിൽ മുഴുവൻ വ്യാപിച്ച് മണ്ണിനെ സംരക്ഷിക്കുന്നു. മുളത്തണ്ടുകൾ വെട്ടിമാറ്റിയാലും അവയുടെ വേര് നശിക്കാതെ അതിൽ നിന്നും മുളകൾ വീണ്ടും മുളച്ചു പൊങ്ങുന്നു. കൂടാതെ ഈ മുളകൾ മനുഷ്യന് ഒരു വരുമാനമാർഗമാക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കെനിയയിലും നേപ്പാളിലും ഉരുൾപൊട്ടലിനെ വലിയ തോതിൽ ചെറുത്തു നിർത്തുന്നത് ഈ വിധത്തിലാണ്. മുളങ്കാടുകൾ വളർത്തി ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദമായതുമായ മാർഗമെന്നാണ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ രേഖകളിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. നേപ്പാളിൽ 20 വർഷം മുൻപ് തുടങ്ങിയ ഈ പദ്ധതി ഒരു വൻ വിജയമാണ്. അനുകരണീയമായ ഒരു മാതൃക തന്നെയാണിത്. ഇനിയും ഉരുൾപൊട്ടൽ തുടർക്കഥയാവാൻ സാധ്യതയുള്ള കേരളത്തിലും അപകട സാധ്യതയുള്ള മേഖലകളിൽ മുളകൾ നട്ടുപിടിപ്പിക്കുന്നത് ഉപകാരമായേക്കാം. എങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അനേകം ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക. ഈ പ്രകൃതിയും ചുറ്റുപാടും സംരക്ഷിക്കപ്പെടട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.